വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഒരുപാട് നാളായില്ല നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ എന്റെ ഒരു 2 മോയ്സ്ചറൈസേഴ്സ് ഉണ്ട് കേട്ടോ. ഈ 2 മോയ്സ്ചറൈസേഴ്സിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ്, ഇതിന്റെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത് രണ്ടും നല്ല ഫേമസ് ആയിട്ടുള്ള 2 ബ്രാൻഡിന്റെ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പൊട്ട് ലൈക്ക് ആക്കണം. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇപ്പൊ ആദ്യം തന്നെ നമുക്ക് ലാക്മയുടെ മോയ്സ്ചറൈസറിനെ കുറിച്ച് സംസാരിക്കാം. ഇത് ലാക്മിയുടെ പീച്ച് മിൽക്ക് വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയ ഒരു മോയ്സ്ചറൈസർ ആണ്. ഒരു പിങ്ക് കളറാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസറിന് വരുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു പിങ്ക് കളറാണ് ഈ ഒരു മോയ്സ്ചറൈസർ. ഇതിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് ഒട്ടും നമ്മുടെ സ്കിന്ന് ഓയിലി ആക്കില്ല കേട്ടോ. തീരെ ആക്കില്ല. ഒരു മാറ്റ് ലുക്ക് ആവും നമ്മുടെ ഒരു സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം അഫോർഡബിൾ ആണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 115 ആണ്. പക്ഷെ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ എപ്പോഴും ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപേന്റെ താഴെയൊക്കെ ഇത് കിട്ടും. ഇത് നമ്മുടെ ഫേസിൽ ഇട്ടാൽ 24 ഹവേഴ്സിന് നമ്മുടെ ഫേസിൽ ഈ മോയ്സ്ചറൈസർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല ഫേമസ് ആയതുകൊണ്ട് നമുക്ക് ഇത് എല്ലാ ഷോപ്പിലും, നമ്മുടെ ചെറിയ ഷോപ്പിൽ വരെ ഇത് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നല്ലൊരു ബ്രാൻഡാണ്. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ല. പിന്നെ ഇത് എനിക്ക് ചേർന്ന് തോന്നിയത് ഡ്രൈ സ്കിന്നിന് ചിലപ്പോൾ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നിന് ചിലപ്പോൾ ചേരാൻ ചാൻസ് ഇല്ല. ചെറിയ ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓക്കെ, കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും ഓക്കെ, നോർമൽ സ്കിൻ ആണെങ്കിലും ഓക്കെ. ഓയിലി സ്കിന്നും എക്സ്ട്രീംലി ഓയിലി സ്കിന്നിന് ചേരാൻ ചാൻസ് ഇല്ല. പക്ഷെ കുറച്ചൊക്കെ ഓയിലി ആണ് എന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നമില്ല. നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ നോക്കട്ടോ. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല രസമായിട്ടുള്ള ഒരു പിങ്ക് കളറാണ്. നമുക്കൊരു സൈഡിൽ ഈ ഒരു ക്രീം ഇട്ട് നോക്കാം. ക്രീമല്ല, മോയ്സ്ചറൈസർ. നമ്മൾ ഈ ചിലവരൊക്കെ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ ഈ ഒരു ഡെയിലി ലൈഫിൽ. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. മോയ്സ്ചറൈസർ ഇട്ടാലാണ് നമുക്ക് കുറെ കാലമൊക്കെ കഴിയുമ്പോൾ കൂടുതൽ സ്കിന്നിന് അത് നന്നാവും. ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു ഡിഫറൻറ്റ് അറിയില്ലെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഏജ് ആകുമ്പോൾ അതിന്റെ ഒരു ഡിഫറൻറ്റ് എന്തായാലും നമ്മുടെ ഫേസിൽ ഉണ്ടാവും. നല്ല ഗ്ലോ ആയി തുടങ്ങും എന്ത് മോയ്സ്ചറൈസർ ഇടുമ്പോൾ. നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് ഒരു സെക്കൻഡാണ് ആ ഒരു സ്റ്റിക്നെസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാറ്റാണ്. ഒരു തരത്തിലുള്ള ഇറിറ്റേഷനും ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നില്ല എന്നുള്ളതാണ്. നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നിങ്ങൾ അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു മോയ്സ്ചറൈസർ നോക്കുകയാണെങ്കിൽ ലാക്മി ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇതാണ് ഇതിന്റെ ഫിനിഷ് എന്ന് പറയുന്നത്. നമുക്ക് ഇട്ടെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല, അത്രക്കും ലൈറ്റ് വെയിറ്റ് ആണ്. അടിപൊളി മോയ്സ്ചറൈസർ. നമുക്ക് ഇനി നെക്സ്റ്റ് മോയ്സ്ചറൈസറിലോട്ട് കിടക്കാം. അത് ഈ പോൺസിന്റെ ലൈറ്റ് മോയ്സ്ചറൈസർ ആണ്. നോൺ ഓയിലി ഫ്രഷ് ഫീൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വൈറ്റമിൻ ഇ ഉണ്ട്, ഗ്ലോയിങ് സ്കിന്നിനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മോയ്സ്ചറൈസറും അത്യാവശ്യം നല്ലതാണ്. നമ്മൾ ലാക്മി കണ്ടില്ലേ, അതിനേക്കാൾ ഇത്തിരി കൂടി അഫോർഡബിൾ ആണ് ഈ ഒരു മോയ്സ്ചറൈസർ വന്നിട്ട് 99 രൂപ ഉള്ളൂ കേട്ടോ. വൈറ്റമിൻ ഇ ഗ്ലിസറിൻ അടങ്ങിയത് കാരണം നമുക്ക് സ്കിൻ ഒന്ന് ഗ്ലോയിങ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഈ ഒരു മോയ്സ്ചറൈസറിന്റെ സ്ട്രക്ചറൊക്കെ നോക്കാം. ഇതെങ്ങനെയാണ് ഈ ഒരു മോയ്സ്ചറൈസർ ഇരിക്കുന്നത്. നല്ലൊരു വൈറ്റ് ആണ് കേട്ടോ. ഒരു വൈറ്റ് ഫോമിലാണ് ഇത് വരുന്നത്. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാലും നല്ലതാണ്. അത്യാവശ്യം ഫേമസ് ആയതുകൊണ്ട് നമ്മൾ ചെറിയ ഷോപ്പിൽ അടക്കം ഇത് അവൈലബിൾ ആണ്. ഇതിന് കുഞ്ഞു പാക്ക് മുതൽ അവൈലബിൾ ആണ് കേട്ടോ. 45 രൂപക്ക് ഒന്ന് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് അത്ര യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 45 രൂപേൻ്റെ ബോട്ടിൽ വാങ്ങി നോക്കുക, എന്നിട്ട് യൂസ് ചെയ്യുക. എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കാരണം അത്യാവശ്യം നല്ലതാണ്. നോൺ ഗ്രീസി ആണ്. അതേപോലെ തന്നെ നല്ല മാറ്റ് ലുക്കാണ്. ചില മോയ്സ്ചറൈസറൊക്കെ ഇട്ടാൽ കാണാൻ കിട്ടും ഇവിടെ ഇങ്ങനെ വെള്ള തുള്ളികൾ ഇങ്ങനെ ഇരിക്കും. അത്രയും ചിലത് ഓയിലി ആക്കും ചില മോയ്സ്ചറൈസേഴ്സ്. പക്ഷെ ഇത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഫോർമുല, ഇതിന്റെ സ്ട്രക്ചർ എല്ലാം കാണാം കേട്ടോ. ഇതിങ്ങനെ വൈറ്റ് കളറിലാണ് ഇത് വരുന്നത്. ഈ ഒരു സൈഡിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇത്. എല്ലാവരുടെ കയ്യിലും അങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം. ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ബ്ലെൻഡ് ആവും. അതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒക്കെ പ്രത്യേകത. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ ഇതാണ് റെഗുലറായിട്ട് യൂസ് ചെയ്യും. ഞാൻ മോയ്സ്ചറൈസർ അങ്ങനെ യൂസ് ചെയ്യാറില്ല റെഗുലറായിട്ട്. പക്ഷേ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്ത സമയത്ത് ഞാൻ ഇതാണ് യൂസ് ചെയ്തിരുന്നത്. കണ്ടില്ലേ, നമ്മുടെ ഫേസിൽ ഒരു സംഭവം ഇട്ടിക്കണമെന്ന് പോലും അറിയില്ല. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് ഈ 2 മോയ്സ്ചറൈസറും കേട്ടോ. ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറാണ്. പിന്നെ ഇത് ഏത് സ്കിന്നിന് ചേരുന്നു ചോദിച്ചാൽ കോമ്പിനേഷൻ നോർമൽ, അതേപോലെ ഡ്രൈ സ്കിൻ കുഴപ്പമുണ്ടാവില്ല, ഓയിലി സ്കിൻ. പിന്നെ ഓയിലി സ്കിന്നിനാണെങ്കിൽ പോൺസിൻ്റെ തന്നെ വേറൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. അത് ഒരുപാട് ആൾക്കാർക്ക് ഫേവറേറ്റ് ആണ്. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കിതാണ് ഇഷ്ടമായത്. എനിക്ക് ഈ ഒരു വേരിയൻ്റാണ് ഇഷ്ടമായത്. അതും ഓയിലി സ്കിന്നിന് അടിപൊളിയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഡ്രൈ സ്കിൻ നമുക്ക് ഈ 2 പ്രൊഡക്റ്റിൻ്റെ ഒരു കമ്പാരിസൺ നോക്കട്ടോ. ഏതാണ് ഇതിൽ ബെറ്റർ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തീരുമാനിക്കാം. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റും അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. ഒന്ന് ലാക്മി, ഒന്ന് പോൺസും. എനിക്ക് പേഴ്സണലി ഒന്നും കൂടി ഇഷ്ടമായത് പോൺസ് ആണ്. കാരണം പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ലാക്മിക്ക് എനിക്ക് തോന്നുന്നു 115 രൂപയാണ് വരുന്നത്. പോൺസിന് വരുന്നത് 99 രൂപയാണ് വരുന്നത്. രണ്ടും മാറ്റാണ്, അതേപോലെ ഓയിലി ആക്കണില്ല, അത്യാവശ്യം അഫോർഡബിൾ ആണ്, നല്ല ബ്രാൻഡാണ്. ഇതിൽ പിന്നെ ഗ്ലിസറിങ്ങും അതേപോലെ തന്നെ വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു ഓൺലി വൈറ്റമിൻ ഇ മാത്രം. അപ്പോൾ രണ്ടും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇതാണ്. എൻ്റെ ഉമ്മച്ചിക്കൊക്കെ കൂടുതൽ ഇഷ്ടം ഇതാണ് കേട്ടോ. ഇതാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് പറഞ്ഞതാണ്.
നിങ്ങൾ. അപ്പോൾ ഇനി ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ 2 പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്ത് ചോദിക്കണം. കാരണം ഞാൻ കുറേ നാളായി ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട്. ഇത് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ചതാണ്, ഇപ്പോൾ കുറച്ചായി യൂസ് ചെയ്തിട്ട്. എന്നാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു ലാക്മിയുടെ പീച്ച് മോയ്സ്ചറൈസർ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് എന്ത് വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഡൗട്ട്സും എല്ലാം കമന്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.